ഇന്ന് വന്നിരിക്കുന്നത് ഒരു അവഞ്ചേഴ്സ് തീം കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ്. ഞാൻ ഈ ഒരു കേക്ക് ഫോട്ടോ പ്രിൻ്റ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഫോട്ടോ പ്രിൻ്റ് രണ്ട് തരത്തിൽ കിട്ടും. ഷുഗർ ഷീറ്റ് വെച്ചിട്ടും വേഫർ ഷീറ്റ് വെച്ചിട്ടും രണ്ട് തരത്തിൽ നമുക്ക് ഫോട്ടോ പ്രിൻ്റ് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഞാനിപ്പം ഷുഗർ ഷീറ്റ് വെച്ചിട്ടുള്ള ഫോട്ടോ പ്രിൻ്റ് കേക്കാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കേക്കിന് വേണ്ടിയുള്ള സ്പഞ്ച് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 7 ഇഞ്ച് പാനിൽ ഒരു വാനില കേക്കും 6 ഇഞ്ച് പാനിൽ ഒരു ½ kg വരുന്ന വാനില കേക്കും ½ kg വരുന്ന ചോക്ലേറ്റ് കേക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പം 2 kg വരുന്ന കേക്കിൻ്റെ റെസിപ്പിയാണ്. ഈ കേക്കിൻ്റെ സ്പഞ്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിപ്പം ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. താഴത്തത് 3 ലെയറായിട്ടും മുകളിൽ 4 ലെയറായിട്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വാനില സ്പഞ്ച് കേക്കിൻ്റെയും ചോക്ലേറ്റ് സ്പഞ്ച് കേക്കിൻ്റെയൊക്കെ വീഡിയോ മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കാണണം, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി സ്പഞ്ച് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കേക്ക് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് ബോർഡിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് കേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്യുക. മുകളിലായിട്ട് ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ട് ക്രീമിന് മുകളിലായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. കേക്ക് എങ്ങനെ ഐസിങ് ചെയ്യുന്നതെന്ന വീഡിയോക്ക് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാത്തത് കേട്ടോ. ഇപ്പോൾ ഞാൻ 7 ഇഞ്ച് പാനിൽ ചെയ്ത കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം കേക്ക് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കണം. 10 മിനിറ്റിന് ശേഷം കേക്ക് നമുക്ക് നന്നായിട്ട് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ആ കേക്ക് നന്നായിട്ട് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ വയ്ക്കുന്ന കേക്ക് 6 ഇഞ്ച് പാനിൽ ചെയ്യുന്ന കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി കേക്ക് ബോർഡിന് മുകളിലായിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ക്രീമാക്കി കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിലായിട്ട് ചോക്ലേറ്റ് വെച്ച് കൊടുക്കുക, ആക്കി കൊടുക്കുക. അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് കേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ചോക്ലേറ്റ് കേക്ക് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്രീം ആക്കി കൊടുക്കുക. ക്രീമിന് മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ന്യൂട്ടെല്ല ക്രീമിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ആക്കി കൊടുക്കുക. ഇനി ക്രീമിന് മുകളിലായിട്ട് കിറ്റ്കാറ്റ് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പൗണ്ട് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വീണ്ടും വാനില സ്പഞ്ച് വെച്ച് കൊടുക്കുക. സ്പഞ്ച് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്രീമാക്കി കൊടുക്കുക. പിന്നെ ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അതിനുശേഷം 7 ഇഞ്ച് പാനിൽ ചെയ്ത കേക്ക് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കുക. അതിനുശേഷം 6 ഇഞ്ച് പാനിൽ ചെയ്ത കേക്കും ഐസിങ് ചെയ്ത് നന്നായിട്ട് ഫിനിഷിംഗ് ആക്കി എടുക്കുക. എന്നിട്ട് ഈ കേക്ക് ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കണം. നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം. അതിനുശേഷം വേണം നമ്മൾ ഈ കേക്ക് സ്റ്റാക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ 2 ടയർ കേക്ക് ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. കേക്ക് 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. കേക്ക് നന്നായിട്ട് സെറ്റായി കിട്ടണം. ഇനി കേക്കിന് മുകളിലായിട്ട് എനിക്ക് 4 കളേഴ്സ് വേണം. അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ന്യൂട്രൽ ജെല്ല് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന ന്യൂട്രൽ ജെല്ലാണ് കേട്ടോ. ന്യൂട്രൽ ജെല്ലിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ ന്യൂട്രൽ ജെല്ല് എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ വെള്ളവും ചേർത്ത് പിന്നെ നമുക്ക് വേണ്ട കളേഴ്സും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മാത്രമേ ന്യൂട്രൽ ജെല്ല് എടുത്തിട്ടുള്ളൂ. അതിലിപ്പോൾ ഞാൻ റെഡ് കളറ്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ കളറ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നും സെപ്പറേറ്റ് ആക്കി എടുത്ത് ഞാൻ കളേഴ്സ് ചേർത്ത് കൊടുത്തതാണ്. 6 ഇഞ്ച് പാനിൽ ചെയ്ത കേക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കേക്കിൽ ഞാൻ 2 സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കേക്കിലൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലൊരു സ്റ്റിക്ക് എടുത്തിട്ട് ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 കളറാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ലൈൻ ചെയ്ത് എടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ന്യൂട്രൽ ജെല്ലാക്കി കൊടുക്കുക. ന്യൂട്രൽ ജെല്ല് എടുക്കുന്ന സമയത്ത് ഈ ഒരു തിക്നെസ്സിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ ലൂസായിട്ട് പോകരുത്. ഇങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കേക്കിന് മുകളിൽ മാത്രമായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇങ്ങനെ ന്യൂട്രൽ ജെൽ ആക്കി കൊടുത്തതിന് ശേഷം ഇത് ഒരു ഐസിങ് നൈഫ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊക്കെ ഒന്ന് ഫിനിഷിംഗ് ആക്കി എടുക്കുക. ന്യൂട്രൽ ജെല്ല് ഇങ്ങനെ ആക്കിയെടുക്കുന്ന സമയത്ത് നല്ല പതിയെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ താഴെയുള്ള ക്രീം മുകളിലേക്ക് വരും. അടുത്തത് ബ്ലൂ കളറ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ യെല്ലോ കളർ ചേർത്ത് കൊടുക്കാം. പൈപ്പിംഗ് ബാഗിലാക്കി ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
ഇതിപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ചെയ്ത കേക്കാണ് കേട്ടോ. ഇങ്ങനെ എല്ലാ കളറും നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ 4 കളറിൻ്റെ സൈഡിലായിട്ടൊരു ബ്ലാക്ക് ബോർഡർ കൂടി ചെയ്യുന്നുണ്ട്. അതും ഞാൻ ന്യൂട്രൽ ജെല്ല് കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ന്യൂട്രൽ ജെല്ല് എടുത്ത് അതിൽ ബ്ലാക്ക് കളർ ആഡ് ചെയ്തു ാണ് ഞാൻ ഇങ്ങനെ ബോർഡർ വരച്ച് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം സെറ്റാകാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് കേക്കിന് സെറ്റായി കിട്ടിയിട്ട് അതിന് ശേഷം 2 കേക്കും കൂടി സ്റ്റാക്ക് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഞാൻ 2ാമത്തെ തവണയാണ് ട്യൂട്ടർ കേക്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് കമ്മി ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ഇത് ഫോട്ടോ പ്രിൻ്റ് കേക്ക് കൂടിയാണ്, ആ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് നന്നായിട്ട് തന്നെ കേക്ക് കിട്ടി കേട്ടോ. ഇനി ഈ കേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നന്നായിട്ട് സെറ്റായി കിട്ടണം നമ്മൾ കേക്ക് 2 സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് ഫോട്ടോ പ്രിൻ്റ്. ഒരു ഷീറ്റിന് 50 റിയാലാണ് കേട്ടോ. ഞങ്ങളിപ്പം സൗദിയിലാണ്. അപ്പോൾ ഒരു ഷീറ്റിന് 50 റിയാലാണ്. ഞാൻ 2 ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഫോട്ടോ പ്രിൻ്റ് ചെയ്യുന്ന ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഗൂഗിളിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോസ് നമ്മൾ കാണിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ കേക്കിൻ്റെ സൈസ്, കേക്കിൽ വയ്ക്കുന്ന ഫോട്ടോസ് എങ്ങനെയാണോ വയ്ക്കേണ്ടതെന്ന് അത് അവരോട് പറഞ്ഞു കൊടുത്താൽ അവർ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് തരും കേട്ടോ. ഈ ഒരു ഫോട്ടോ പ്രിൻ്റ് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴാണോ കേക്കിലേക്ക് വെക്കുന്നത് ആ സമയത്ത് കട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഈ ഫോട്ടോ പ്രിൻ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഷീറ്റ് പൊടിഞ്ഞു പോവും. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കേക്കിൽ വെച്ച് കൊടുക്കുക. നന്നായി തണുത്തിരിക്കുന്ന കേക്കിലാണ് ഞാനിപ്പോൾ ഫോട്ടോ പ്രിൻ്റ് വെച്ച് കൊടുക്കുന്ന സമയത്ത് അത് പതിയെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കേക്ക് ഈ ഫോട്ടോ പ്രിൻ്റ് പൊടിഞ്ഞു പോവും. വെച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ 7 ഇഞ്ച് പാനിൽ ചെയ്ത കേക്കിലാണ് ഞാൻ ഫോട്ടോ പ്രിൻ്റ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സൈഡിലായിട്ടാണ് ഞാൻ ഫോട്ടോ പ്രിൻ്റ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഇതുപോലെ നല്ല കട്ടിയുള്ള സ്ട്രോ വെച്ച് കൊടുക്കുന്നുണ്ട്. സ്ട്രോയ്ക്ക് പകരമായിട്ട് നല്ല കട്ടിയുള്ള സ്റ്റിക്കോ സ്ക്യൂറോ വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ 4 സ്ട്രോ ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അടുത്ത കേക്ക് വെക്കുന്ന സമയത്ത് കേക്ക് താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. മാത്രമല്ല എൻ്റെ താഴത്തെ ലെയർ കേക്കും ഒരേ വെയിറ്റാണ്, മുകളിലെ കേക്കും രണ്ടും ഒരേ വെയിറ്റാണ്. 1 kg ആണ് രണ്ടിൻ്റെയും വെയിറ്റ് വരുന്നത് കേട്ടോ. അപ്പം കേക്ക് താഴ്ന്നു പോവും. ഇനി അടുത്ത കേക്ക് നമുക്ക് സ്റ്റാക്ക് ചെയ്ത് വെക്കാം. കണ്ടോ, സാവധാനം ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുക. ഞാൻ കുറച്ച് ബാക്കിലായിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പം കാരണം 6 ഇഞ്ച് പാനും 7 ഇഞ്ച് പാനും അല്ലേ, നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്, കേക്കിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ബാക്കിക്കായിട്ടാണ് ഞാൻ 6 ഇഞ്ച് പാനിൽ ചെയ്ത കേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ 6 ഇഞ്ച് പാനിൽ ചെയ്ത കേക്കിലും ഇതുപോലെ തന്നെ ഫോട്ടോ പ്രിൻ്റ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ സാവധാനം ഇങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒരു ബോർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കേക്ക് ഞാനിനി ഫ്രിഡ്ജിലേക്ക് വെക്കും. നമ്മൾ ഫോട്ടോ പ്രിൻ്റ് കേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന സമയത്ത് നേരിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കരുത്. നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം. നമ്മൾ ഏത് ബോക്സിലാണോ കേക്ക് വെക്കുന്നത് നന്നായിട്ട് തന്നെ ബോക്സ് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ. ഇനി കേക്കിന് മുകളിലായിട്ട് ഇതുപോലുള്ള ഫോട്ടോസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എഡിബിൾ അല്ല, പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കേക്കിൻ്റെ ഡിസൈനാണിത്. ഞാനിപ്പോൾ കേക്കിൽ പേര് എഴുതുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടാണ് ഞാൻ പേര് എഴുതിയിരിക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റിൽ ഞാൻ ഗോൾഡൻ ഡസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫോണ്ടൻ്റ് കോൺഫ്ലോർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് അതിലാണ് നെയിം ലെറ്റേഴ്സ് വെച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.